നിയമസഭാ സമ്മേളനം ഇത് ആരംഭിച്ചിരിക്കുകയാണ്. ഈ നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്നതിന് മുൻപ് നമ്മൾ ഏറെ കേട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സഭയിലെത്തുമോ എന്നതായിരുന്നു. ലൈംഗിക ചൂഷണ ആരോപണങ്ങൾക്കൊടുവിൽ കോൺഗ്രസിൽ നിന്നടക്കം രാഹുലിനെ സസ്പെൻഡ് ചെയ്തു. അതുകൊണ്ട് രാഹുൽ സഭയിലെത്തുന്നതിൽ VD സതീശന് അത്ര താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷേ സതീശന്റെ അതൃപ്തി അടക്കം അവഗണിച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ സഭ ആരംഭിച്ച 17-ാം മിനിറ്റിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നല്ല കൂളായി സഭയിലെത്തിയത്. അവിടെ പ്രതിപക്ഷ ബ്ലോക്കിന്റെ ഏറ്റവും അവസാനമായി തൊട്ടപ്പുറത്തായി പ്രത്യേക ബ്ലോക്കായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇരുന്നു. അതിനുശേഷം സഭാ സമ്മേളനത്തിന് ശേഷം അതിനിടയിൽ തന്നെ ഒരു കുറിപ്പ്, പ്രതിപക്ഷ നിരയിൽ നിന്ന് ഒരു കുറിപ്പ് രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടി. അതിന് മറുപടി നൽകി. ശേഷം പുറത്തു വന്ന മാധ്യമങ്ങളോട് പറഞ്ഞത് താൻ ഒരു ധിക്കാരവുമല്ല കാണിച്ചിട്ടുള്ളത്, താൻ ഇപ്പോഴും പാർട്ടിക്ക് വിധേയനാണ് എന്ന് പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം ഉണ്ടായിരുന്നത് യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ ആയിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. അതും കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ കൂടുതൽ ചോദ്യങ്ങൾക്കൊന്നും ഇന്ന് മറുപടി നൽകാൻ ഇവർ പ്രതിപക്ഷ നേതാക്കൾ, അതായത് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ആരും തന്നെ തയ്യാറായിട്ടില്ല. വരും ദിവസങ്ങളിലും ഈ അതൃപ്തിക്കിടയിലും വരും ദിവസങ്ങളിലും നിയമസഭയിൽ എത്താൻ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തീരുമാനിച്ചിട്ടുള്ളത് എന്നാണ് രാഹുലിന്റെ അടുത്ത വൃത്തങ്ങളൊക്കെ പറയുന്നത്. അജംസ, ഇതൊരു വെല്ലുവിളിയാണോ? കോൺഗ്രസ് നേതൃത്വത്തിനോടുള്ള രാഹുലിന്റെ വെല്ലുവിളിയാണോ? കോൺഗ്രസ് നേതൃത്വത്തിലുള്ള രാഹുലിൻ്റെ വെല്ലുവിളിയല്ല ഇത് കോൺഗ്രസിൻ്റെ ഒരു ധർമ്മസങ്കടമോ സാധ്യതകളോ ആണ് എന്ന് പറയാം. അതിൻ്റെ ഒരു കാരണം, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസ് എന്താണെന്ന് നമുക്കറിയാം. അതിൽ ഇരകളാക്കപ്പെട്ടവരല്ല അതിൽ പരാതിക്കാർ. പൊതുസമൂഹം പരാതി കൊടുത്തിരിക്കുകയാണ്. ഇയാളുടെ ഇങ്ങനെ കുറേ ഓഡിയോ കേട്ടു. അപ്പോൾ അത് പ്രകാരം ഇന്ന ക്രൈം ഇയാൾ ചെയ്തിരിക്കാൻ സാധ്യതയുണ്ട്, ഇയാൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞ് പരാതി കൊടുക്കുന്നു. അതിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തി ആരുടെയൊക്കെ മൊഴിയെടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഇനി കുറ്റപത്രം എപ്പോൾ സമർപ്പിക്കും, അതിൽ ഇയാൾ ചെയ്ത കുറ്റം പോലീസ് കണ്ടെത്തുമോ, അങ്ങനെ ഒരു കുറ്റകൃത്യം നടന്നിട്ടുണ്ടോ എന്നൊന്നും നമുക്കിപ്പോൾ വ്യക്തതയില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ നിയമപരമായ ലീഗൽ പോയിൻ്റ് ഓഫ് വ്യൂവിലൂടെ നോക്കിക്കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിന് വളരെ സുഗമമായി നിയമസഭയിൽ വരികയോ പൊതുസമൂഹത്തെ അഡ്രസ്സ് ചെയ്യുകയൊക്കെ ചെയ്യാം. എൻ്റെ പുറത്ത് വന്ന്, പക്ഷേ അയാൾ എന്താണ് ചെയ്യുന്നത്? ഇപ്പോൾ ഇന്ന് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ ആ പുറത്തു വന്ന ശബ്ദം നിങ്ങളുടെയാണെന്ന് നോക്കുമ്പോൾ അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ലീഗൽ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ചോദിച്ചു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വേണമെങ്കിൽ പറയാം, അതെൻ്റെ ശബ്ദമാണ്, ഞാൻ ഒരാളുമായിട്ട് റിലേഷൻഷിപ്പിലുണ്ടായിരുന്നു, ഞങ്ങൾക്കൊരു കുട്ടിയുണ്ടായി, ഞങ്ങളത് ടെർമിനേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു, ഞങ്ങൾ തമ്മിലുള്ള ഡിസ്കഷൻ്റെ വോയിസാണത്, അത് പുറത്തു വന്നു, അതെങ്ങനെ പുറത്തു വന്നു അറിയില്ല, അവർക്കെതിരെ കേസ് എടുക്കണമെന്ന് പറഞ്ഞാൽ ഇത് കേസ് ഉൾട്ടയാവും. കാരണം അത് അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് കാര്യമാണ്. പക്ഷെ അങ്ങനെ പറയാനുള്ള ഒരു മോറൽ ഗ്രൗണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇല്ല എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹം ഒളിച്ചോടുന്നത്. കാരണം ഇപ്പോൾ പുറത്തു വന്ന അലിഗേഷൻസൊക്കെ നോക്കുക. ഇപ്പോൾ റിനി ആൻഡ് ജോർജ് ഉന്നയിച്ചത് അവരോട് മോശമായി പെരുമാറിയെന്നാണ്. അങ്ങനെ മോശമായി ഞാൻ പെരുമാറിയിട്ടില്ല, ഞങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ പേരിലാണ് ഞങ്ങൾ ചെയ്തത്, അവരെൻ്റെ പേര് ഉന്നയിച്ചിട്ടില്ല, പേരുന്നയിക്കാതെ അവിടുത്തെ പരാതിയാണെന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിന് പിടിച്ചു വെക്കാം. പക്ഷേ ഇതൊന്നും പറഞ്ഞ് അദ്ദേഹത്തിന് പിടിച്ചു വെക്കാൻ കഴിയാത്തതിൻ്റെ കാരണം, രാഹുൽ മാങ്കൂട്ടത്തിന് പിടിച്ചു വെക്കാൻ കഴിയുന്ന കാരണം, അങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റിയൊരു മോറൽ ഗ്രൗണ്ട് അദ്ദേഹത്തിനില്ല പാർട്ടിക്ക് പുറത്ത്. ഇനി പാർട്ടിക്ക് അകത്ത് നോക്കിയാലോ, പാർട്ടിക്കകത്ത് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ആ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത സാഹചര്യത്തിൽ പക്ഷേ അദ്ദേഹത്തെ പാർട്ടി കൈവിട്ടിട്ടില്ല. കാരണം നിയമസഭാ സീറ്റ് രാജിവെക്കണമെന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ്. പക്ഷേ MLA ആണ് ഇപ്പോഴും. പാർട്ടിക്കകത്ത് കുറേ അധികം ആളുകൾ അദ്ദേഹവുമായി അനുഭവം സപ്പോർട്ട് നൽകുന്ന ആൾക്കാരുണ്ട്. പാർട്ടി അണികളെ നോക്കുകയാണെങ്കിൽ കുറേ അധികം പേർ രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റും ചെയ്തിട്ടില്ല. മാധ്യമങ്ങൾ അദ്ദേഹത്തെ വേട്ടയാടുകയാണ്, CPM അദ്ദേഹത്തെ വേട്ടയാടുകയാണെന്ന് വാദിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷനിൽ ഈ UDFിലെ കക്ഷികൾ, കോൺഗ്രസ് ആവട്ടെ ലീഗ് ആവട്ടെ, അവർക്കൊരു തന്ത്രമുണ്ട്. അതായത് ഒരു കോൺട്രവേഴ്ഷ്യൽ വിഷയം ഉണ്ടാവുകയാണ്. ആ വിഷയത്തിൽ സമൂഹത്തിൽ രണ്ടഭിപ്രായം ഉണ്ടെങ്കിൽ പാർട്ടിയും രണ്ടഭിപ്രായവും, മുന്നണിയും രണ്ടഭിപ്രായവും. അപ്പോൾ എന്താണ്, ഈ രണ്ടഭിപ്രായമുള്ള ആൾക്കാർക്കും എന്താണ് പാർട്ടിക്കകത്ത് സ്റ്റേക്ക് ഉണ്ടോ? മനസ്സിലാവുണ്ട്. ഇപ്പോൾ രാഹുൽ തെറ്റുകാരനാണെന്ന് വിചാരിക്കുന്ന ഒരു കോൺഗ്രസ്സുകാരനെ സംബന്ധിച്ച് VD സതീശൻ അവർക്ക് വേണ്ടി സംസാരിക്കുന്നു. രാഹുൽ തെറ്റുകാരനല്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി മറ്റാരെങ്കിലും സംസാരിക്കുന്നു. K മുരളീധരൻ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറഞ്ഞതുപോലെ, ഷാഫി പറമ്പി പറഞ്ഞതുപോലെയൊക്കെ പാർട്ടി നടപടി സ്വീകരിച്ചിട്ടുണ്ട്, വേറെ ഒന്നും ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞ് ഒഴിവാകുന്നു. അപ്പോൾ രണ്ടുപേരുടെയും സെൻറ്റിമെൻറ്റ്സിനെ കോൺഗ്രസ് കൈകാര്യം ചെയ്യാൻ കഴിയും. ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതാണെന്നാണ്. VD സതീശൻ അതിശക്തമായ നിലപാട് സ്വീകരിക്കുന്നു. പാർട്ടിക്കകത്ത് പരാതിക്കാരായ ആളുകൾ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിയുള്ള ആളുകൾ, രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത് ശരിയായില്ല എന്ന അഭിപ്രായമുള്ള ആളുകൾക്ക് സതീശൻ കൊള്ളാം എന്ന് പറയുന്നു. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരാൾ സപ്പോർട്ട് ചെയ്തോ അല്ലെങ്കിൽ ഒരു വളരെ ബാലൻസ് ആയിട്ട് നിഷ്പക്ഷനായിട്ടൊരു അഭിപ്രായം പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്നവരും സന്തുഷ്ടരാകുന്നു. അപ്പോൾ രണ്ടു കൂട്ടരും സന്തുഷ്ടരാകുന്നു. ഈ കോൺഗ്രസിൻ്റെ ലക്ഷ്യം എന്താണ്? ഈ വിഷയം മെല്ലെ ഒരു വിത്തിൻ 1 or 2 months ഈ വിഷയം മെല്ലെ കെട്ടടങ്ങും. അങ്ങനെ നേരെ അവർക്ക് മറ്റു വിഷയങ്ങളുമായി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് പോകാം, പിന്നെ വലിയ വിഷയങ്ങൾ എടുത്തുകൊണ്ട് അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക് പോകാം. അപ്പോൾ അതങ്ങ് മറന്നു പോകും എന്നുള്ളതാണ് അവർ വിചാരിക്കുന്നത്. പക്ഷേ LDFന് അതിലും വലിയ പ്ലാൻ ഉണ്ടാകും. അവരെന്താണ് വിചാരിക്കുക, ഇപ്പോൾ കുറ്റപത്രം കൊടുക്കില്ല, ക്രൈംബ്രാഞ്ച് അന്വേഷണം എന്ത് ചെയ്യും, അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പ് കൊണ്ടുപോകും, അസംബ്ലി തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഒരു കുറ്റപത്രം സബ്മിറ്റ് ചെയ്യും. അപ്പോൾ വീണ്ടും വിഷയം ഉയർന്നു വരും. അപ്പം കോൺഗ്രസ് എന്താണ് പ്ലാൻ ചെയ്യുന്നത് ഈ വിഷയം ഇല്ലാതാക്കാൻ എന്നുള്ളത് നമുക്കിപ്പോൾ അറിയില്ല. പക്ഷേ
അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പ് വരെ അവൻ ഞങ്ങളിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞ് കോൺഗ്രസിന് എത്ര മാത്രം ഈ വിഷയത്തെ മറച്ചു വയ്ക്കാൻ കഴിയും, അല്ലെങ്കിൽ ജനങ്ങളുടെ ഓർമ്മയിൽ നിന്ന് മറച്ചു വയ്ക്കാൻ കഴിയും എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കേരളത്തിലെ പൊതുജനങ്ങളുടെ ഒരു പൊതു പ്രശ്നമായിട്ട് മാറുന്നുണ്ടോ എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ അടിയന്തരമായി കേരള രാഷ്ട്രീയ സമൂഹം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്വഭാവ വൈകല്യങ്ങളാണോ? ആളുകൾക്കത് അങ്ങനെ ഒരു വലിയ സംഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ അതിനർത്ഥം അയാൾ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടില്ല, കുറ്റം കുറവാണെന്നോ അയാൾ ചെയ്ത ഇതിൻ്റെ പ്രശ്നമാണെന്നല്ല. ആളുകൾ അതിന് അത്ര പ്രയോറിറ്റി കൊടുക്കുന്നില്ല. കോൺഗ്രസ് ചിലപ്പോൾ അതൊരു സാധ്യതയായിട്ട് എടുക്കുന്നുണ്ടാവും. ജനങ്ങൾക്ക് ഇത് പ്രശ്നമല്ല, കുറച്ച് കഴിയുമ്പോൾ ജനങ്ങളങ്ങ് മറന്നുപോകും. പക്ഷേ ഇത്തരം വിഷയങ്ങൾ LDF അങ്ങനെ പെട്ടെന്ന് കൈവിടില്ല. ഈ കേസെടുത്തത് തന്നെ അത് അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പ് വരെ കൊണ്ടുപോകാനും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നൊരു ഒറ്റ വിഷയം വെച്ച് കോൺഗ്രസിനെ നേരിടാനുമാണ്. കാരണം ഒരു പിണറായി 3.0 ഒരു ആയുധമായി രാഹുൽ എന്തായാലും മാറുമെന്ന് ഉറപ്പാണ്. യെസ്, നിഷാദ്, ഈ സഭയിൽ സജീവമായി ഇതൊന്നും എന്നെ ബാധിച്ചിട്ടില്ല എന്ന് കാണിക്കാനാണോ രാഹുലിന്റെ ശ്രമം? കാരണം പരാതിക്കാരും തന്നെ ഇരകളാരും തന്നെ പരാതി നൽകിയിട്ടില്ലല്ലോ. അല്ല, രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് അയാൾക്ക് ഇന്ന് വരാൻ പറ്റിയ സമയമാണ്. കാരണം ഇന്നിപ്പോൾ ചരമോപചാരം മാത്രമേ ഉള്ളൂ, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമൊന്നും ഉന്നയിക്കില്ല. അപ്പോൾ സഭയിൽ വന്നോ എന്ന് ചോദിച്ചാൽ സധൈര്യം വന്നു എന്ന് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി ഇന്നത്തെ ദിവസം കൃത്യമായിട്ട് ഓപ്റ്റ് ചെയ്യുന്നു. രാത്രി പത്തനംതിട്ടയിൽ നിന്ന് അടൂരിലെ വീട്ടിൽ നിന്ന് രാവിലെ വരുന്നു, ആരും അറിയാതെ MLA ഹൗസിൽ വരുന്നു, സഭയിൽ വന്നു എന്ന് സ്ഥാപിച്ചു പോയി. ഇന്ന് വന്നാൽ ഇപ്പോൾ പാർട്ടി അദ്ദേഹം വലിയ കുഴപ്പത്തിലാക്കി എന്ന് പറയാൻ പറ്റില്ല, ആർക്കും അങ്ങോട്ടിട്ട് ആക്ഷേപമൊന്നുമില്ല. പക്ഷെ നാളെയും കൂടി വരാൻ അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ട് എന്ന് കേൾക്കുന്നു. അത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് പൂർണ്ണമായും വിധേയപ്പെട്ടാണ് നിൽക്കുന്നത് എന്ന് പറയുന്നുവെങ്കിൽ ആ പാർട്ടിയോട് അദ്ദേഹം ചെയ്യുന്ന പരമമായ ദ്രോഹമാണെന്ന് ഞാൻ പറയും. കാരണം എന്താണ് പരമമായ ദ്രോഹം എന്ന് വെച്ചാൽ? അത് ആ പാർട്ടിയോട് മാത്രം ചെയ്യുന്നതല്ല, കേരളത്തിലെ വേറെ മനുഷ്യന്മാർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളെ അദ്ദേഹം ഡൗൺ പ്ലേ ചെയ്യാൻ ഒരു കാരണമാക്കി നിന്നു കൊടുക്കുകയാണ്. കാരണം നാളെ നിയമസഭയിൽ ഉയർന്നു കേൾക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ രാജ്യത്ത്, ഈ സംസ്ഥാനത്തെ പോലീസിൻ്റെ അതിക്രിയകൾ വലിയ തോതിൽ മനുഷ്യന്മാരെ ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു കൊളീഗായ ഒരാൾ പോലും മാരകമായ ആക്രമണം നേരിട്ടതിനെക്കുറിച്ചുള്ള വിഷയം നിയമസഭയിൽ ഉയർന്നു കേൾക്കാനിരിക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ വന്നിരുന്നാൽ ആ വിഷയം ആകെ തന്നെ ബഹളത്തിൽ മൂടിപ്പോകാനുള്ള കാരണമായിട്ട് അദ്ദേഹം മാറും, ഇല്ലേ? അപ്പോൾ തൻ്റെ പാർട്ടി ഉയർത്തിക്കൊണ്ടുവരുന്ന വളരെ ഗൗരവതരമായ ഒരു പ്രശ്നത്തെ ഡൗൺ പ്ലേ ചെയ്യാൻ, അതിന് ശബ്ദമില്ലാതാവാൻ, സർക്കാരിന് എഡ്ജുണ്ടാക്കി കൊടുക്കാൻ അദ്ദേഹം ആരെ സഹായിക്കുന്ന നില വരും? സർക്കാരിനെ തന്നെയും സഹായിക്കുന്ന നില വരും. അതിപ്പോൾ പാർട്ടി നിയമസഭയിൽ പ്രതിസന്ധിയിലായാലും വേണ്ടില്ല, ജനങ്ങളുടെ ഒരു പ്രശ്നം പ്രധാന വിഷയമായി ഉയർന്നു വന്നില്ലെങ്കിലും വേണ്ടില്ല, എൻ്റെ പേഴ്സണൽ കാര്യം നടക്കണം എന്ന് അദ്ദേഹം വിചാരിക്കുകയാണ്. ഇനി അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ കാര്യം നടക്കണമെന്ന് വിചാരിക്കാൻ അദ്ദേഹത്തിന് റൈറ്റ് ഉണ്ട്, അദ്ദേഹത്തിന് കടന്നു വരാൻ റൈറ്റ് ഉണ്ട്. നിയമസഭയിൽ അദ്ദേഹത്തെ ആരും തടയില്ല, വരാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട്. പക്ഷേ ഈ കാര്യം പ്രധാനപ്പെട്ടതാണ്. ഇന്ന് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നെ വേട്ടയാടുന്നതിനെക്കുറിച്ച്, സർക്കാർ എന്നെ പീഡിപ്പിക്കുന്നതിനെക്കുറിച്ച് ഒക്കെ അദ്ദേഹം പറഞ്ഞു. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, മൗലികമായ ചോദ്യം ഇതാണ്: താങ്കൾ ഒരു പെൺകുട്ടിയോട് ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്നു, അവർ പറ്റില്ല എന്ന് പറയുമ്പോൾ താങ്കൾ അധിക്ഷേപ സ്വരത്തിൽ അവരോട് സംസാരിക്കുന്നു, അവരെ ഫോഴ്സ് ചെയ്യുന്നതാണെന്ന് കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാകുന്നു. ആ ശബ്ദം താങ്കളുടേതാണോ? അതിന് ഉത്തരം പറയാൻ അദ്ദേഹത്തിൻ്റെ കയ്യിലില്ല. അത് എൻ്റെ ശബ്ദം തന്നെയാണ്, എന്താ കുഴപ്പം? നിയമപരമായി കേസ് വല്ലതും ഉണ്ടോ ചോദിക്കാമല്ലോ. അതെന്താ ചോദിക്കാത്തെന്താ? എനിക്കെതിരെ ഒരു പരാതിയുമില്ല. ഇപ്പം ഈ വന്നിട്ടുള്ള ശബ്ദം എൻ്റെ ശബ്ദമാണ്, അല്ലെങ്കിൽ അല്ല എൻ്റെ ശബ്ദം അല്ല, അത് AI ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്തതാണ്, നിങ്ങൾ അന്വേഷിക്കണം. എന്നെന്താ ഇയാൾ പറയാത്തതാണ്? അത് പറയാത്തതിൻ്റെ കാരണം ഒന്നുണ്ട്, അത് എൻ്റേതാണ് എന്ന് അഡ്മിറ്റ് ചെയ്തിട്ടില്ല. അത് AI ആണെന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റിഗേഷനിലൂടെ വളരെ പെട്ടെന്ന് കണ്ടെത്താവുന്നേ ഉള്ളൂ. അയാൾക്കറിയാം അപ്പോൾ അത് അയാളുടേതാണെന്ന്. എൻ്റേതാണ് എന്ന് സമ്മതിച്ചാലും പ്രത്യേകിച്ചും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ സമ്മതിക്കുന്നതിനൊരു പ്രശ്നമുണ്ട്, ധാർമ്മികമായ ഒരു പ്രശ്നം അതിനകത്തുണ്ട്. കേരളത്തിലെ പൊളിറ്റിക്കൽ പാർട്ടികൾ പ്രവർത്തിക്കുന്നത്, ഇന്ത്യയിലെ പൊളിറ്റിക്കൽ പാർട്ടികൾ പ്രവർത്തിക്കുന്നത് നിയമപരമായ ചട്ടങ്ങൾ മാത്രം വെച്ചിട്ടല്ല. അതിന് നമ്മുടെ ധാർമ്മികതയുമായി ബന്ധപ്പെട്ടും പബ്ലിക് ഓർഡറുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു സിസ്റ്റത്തിൻ്റെ അരികെ ചേർന്ന് അത് പോകുന്നത്. അല്ലാതെ പാർട്ടികൾ എപ്പോഴും സംസാരിക്കുന്നത് നിയമപരമായി തെറ്റല്ല എന്നല്ല, അത് ചിലപ്പോൾ ധാർമ്മികതയെക്കുറിച്ച് സംസാരിക്കേണ്ടി വരും, അതിന് ചിലപ്പോൾ സദാചാരത്തെക്കുറിച്ച് പോലും സംസാരിക്കേണ്ടി വരും. അതിൻ്റെ പാർട്ടികളുടെ ഒരു എക്സിസ്റ്റൻസുമായി ബന്ധപ്പെട്ട കാര്യമാണത്. അപ്പോൾ അതുകൊണ്ട് ധാർമ്മികത ഒരു പ്രധാനപ്പെട്ടമായ പ്രശ്നത്തിൽ നിൽക്കുകയാണെന്നും അതുകൊണ്ട് അതെൻ്റെ കുട്ടി തന്നെയായിരുന്നു, ഞങ്ങളതിനെ കൊല്ലാൻ തീരുമാനിച്ചു എന്ന് ഇയാൾക്ക് പറയാൻ പറ്റില്ല. അത് അയാൾക്കും അറിയാം, അയാളുടെ പാർട്ടിക്കും അറിയാം. അപ്പോൾ ആ ഒരു പ്രശ്നത്തിന് നടുവിൽ നിൽക്കുന്ന ഒരാൾക്ക് അതിന് ഉത്തരം പറയാൻ ഇപ്പോഴും കഴിയാത്ത ഒരാൾ, അല്ലെങ്കിൽ അയാൾ സധൈര്യം പറഞ്ഞിട്ട് വേണം നിയമസഭയിൽ കയറാൻ. അപ്പോൾ ഒരു കുഴപ്പത്തിൻ്റെ ഉത്തരം പറയാൻ അയാൾക്ക് ഇപ്പോഴും പറ്റിയിട്ടില്ല. എന്നിട്ട് അയാൾ നിയമസഭയിൽ കയറിയിരുന്ന് നാളെ വരാനാണ് അയാളുടെ ഉദ്ദേശമെങ്കിൽ, നാളെ വരുന്നില്ല എങ്കിൽ അയാളുടെ തോൽവി സമ്മതിക്കുകയാണ്, നാളെ വരാനാണ് അയാളുടെ ഉദ്ദേശമെങ്കിൽ അയാളുടെ പാർട്ടിയെ സഹായിക്കുകയാണ് എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. പാർട്ടിയെ കുഴപ്പത്തിലാക്കിയാലും വേണ്ടില്ല, പാർട്ടി ലീഡർഷിപ്പിനെ കുഴപ്പത്തിലാക്കിയാലും വേണ്ടില്ല, എനിക്ക് എൻ്റെ ഈഗോ ജയിക്കണമെന്ന് വിചാരിക്കുകയാണ്. ഇയാൾക്ക് സമയമുണ്ട്. ഞാൻ പറഞ്ഞത് അയാൾ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ സമയമുണ്ട്. അല്ലെങ്കിൽ ഈ വന്നിട്ടുള്ള ഓഡിയോ മുഴുവൻ ഏറ്റെടുത്തുകൊണ്ട് നിയമപരമായ ഒരു പോരാട്ടം ഇനീഷ്യേറ്റ് ചെയ്യാൻ സമയമുണ്ട്. ഞാൻ വിചാരിക്കുന്നു ഇപ്പോഴും പ്രതിപക്ഷ നേതാവിൻ്റെ അടക്കം മുന്നിൽ ഗൗരവ സ്വഭാവമുള്ള പരാതികൾ ഇയാളെ കുറിച്ചുണ്ട് എന്ന് മാത്രമല്ല, ഇന്നിപ്പോൾ ഒരു ചാനൽ പുറത്തുവിടുന്ന ഒരു IAS ഉദ്യോഗസ്ഥ അടക്കം പരാതി കൊടുത്തിരിക്കുന്നു. ആർക്കാണ്? VD സതീശന് പരാതി കൊടുത്തിരിക്കുന്നു എന്നാണ് ഇദ്ദേഹത്തെക്കുറിച്ച്.
എന്താ കണ്ടെത്തൽ? 20 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് ഇദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു ഇരപിടിയൻ ശ്രമങ്ങളുടെ വിശദാംശങ്ങൾ പോലീസ് കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കേൾക്കുന്ന കാര്യം. എനിക്കത് വെരിഫൈഡ് അല്ല. പക്ഷെ നമ്മൾ പല ഇൻബോക്സുകളിലും പോയി ഇദ്ദേഹം ചെയ്തു കൂട്ടുന്നത് എന്താണ് നാം കണ്ടതാണ്, ഇദ്ദേഹത്തിൻ്റെ ശബ്ദം നാം കേട്ടിട്ടുള്ളതാണ്, പല ആളുകൾ അനുഭവ സാക്ഷ്യം പറയുന്നത് നാം കണ്ടിട്ടുള്ളതാണ് എന്ന കാര്യം ഓർക്കണം. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് സ്വയം നവീകരിക്കാനും നന്നാവാനുള്ള സമയം എടുത്തിട്ട് വന്നോളൂ. പാർട്ടികളെ പൂർണ്ണമായും പുറത്താക്കിയില്ല, MLA പദവിയിൽ നിന്നാളെ മാറ്റി നിർത്തിയില്ല, പകരം എന്താണ് സസ്പെൻഷനിലേക്ക് ഒന്ന് മാറി നിൽക്കൂ, നന്നായിട്ട് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടെ വരട്ടെ. പാർട്ടിക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിനിടയിൽ കയറി വന്ന് നിങ്ങൾക്ക് വേണ്ടി സമയം കളയാൻ ഇപ്പോൾ തൽക്കാലം പറ്റില്ല എന്നല്ലേ അവർ പറഞ്ഞിട്ടുള്ളൂ. അതെന്താണ് ആ സമയം അയാൾ എടുക്കാത്തത്? എന്താണ് ഞാൻ ചോദിക്കുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിന് വെല്ലുവിളിക്കാൻ ധൈര്യമുണ്ടോ? വേറെ ഏതെങ്കിലും പരാതി എനിക്കെതിരെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പരാതിയുടെ കോപ്പിയുള്ളവർ പുറത്തുവിട്ടെ എന്ന്. രാഹുൽ മാങ്കൂട്ടത്തിന് തന്നെ അറിയാം പരാതി പലയിടത്തും ഇരിപ്പുണ്ട് എന്ന്. അപ്പോൾ ഒരു പരാതി നിയമപരമായി ഉയർന്നു വന്നിട്ടില്ല എന്നതുകൊണ്ട് എനിക്ക് പൂർണ്ണമായി മുക്തി കിട്ടിയെന്ന് അദ്ദേഹം വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് കുഴപ്പമുണ്ട്. ഇന്ന് അദ്ദേഹം കാര്യം വന്നപ്പോൾ അദ്ദേഹത്തിന് കൂടെ ആരോ വരുന്നത് കണ്ടു. നിയമസഭയിൽ കാര്യം വന്നപ്പോൾ കേരളത്തിലെ പല MLA-മാരും മുസ്ലിം ലീഗിൻ്റെ അടക്കം MLA-മാർ അദ്ദേഹത്തോട് സൗഹൃദ ഭാഷണത്തിന് മുതിരുന്നത് കണ്ടു. അപ്പോൾ ഞങ്ങൾക്കാർക്കും അസ്പർശനമല്ല, ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണെന്ന് പറയുന്നു. അപ്പോൾ ഇവരുടെയൊക്കെയും ധാർമ്മികത ഇതാണോ എന്ന് ആലോചിക്കണം. ഇപ്പോൾ VD സതീശനകത്തൊരു അഡമൻ പൊസിഷൻ എടുത്തിരിക്കുന്നു. നോക്കൂ, ഇത് കാണേണ്ട കാര്യം എന്താണ്? സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമവുമായി ബന്ധപ്പെട്ടതാണ്. സ്ത്രീകളെ പ്രണയത്തിൻ്റെ പേര് പറഞ്ഞ് നടിച്ച് വശീകരിച്ച് അവരെ ലൈംഗിക താല്പര്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്തി എന്നുള്ളതാണ് ആക്ഷേപം. ഈ ആക്ഷേപം ഈ സൈബർ സ്പേസിലെ വെട്ടുകിളിക്കൂട്ടം ചിലപ്പം വട്ടമിട്ട് പിന്തുണയ്ക്കുമായിരിക്കും ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ. പക്ഷെ വീട്ടിനകത്തിരിക്കുന്ന എല്ലാവരും അതിനെ പിന്തുണയ്ക്കുന്നുണ്ടോ എന്ന് എല്ലാവരും ആലോചിക്കണം. നഗരവീഥികളിലെ എല്ലാവരും അതിനെ പിന്തുണയ്ക്കുന്നുണ്ടോ എല്ലാം ആലോചിക്കണം. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ നിർണായകമായ ഫാക്ടറാവാൻ പോകുന്ന ഘടകങ്ങളാണ് പ്രത്യേകിച്ച് യുവാക്കൾ, അതിൽ തന്നെ പെൺകുട്ടികൾ, വനിതകൾ, വീട്ടമ്മമാർ. ഇവരൊക്കെ ഒരു ഗവൺമെൻറ്റിനെ നിർണ്ണയിക്കുന്നതിൽ, ഒരു തെരഞ്ഞെടുപ്പിനെ നിർണ്ണയിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നവരാണ്. അപ്പോൾ വീട്ടമ്മമാരുടെ ഒരു ഫീൽ എന്താണ്? ഞാൻ മനസ്സിലാക്കുന്ന കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പിൽ VD സതീശൻ അടക്കമുള്ള ആൾക്കാർക്ക് ആ ഫീലിനെ കൂടെ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. അല്ലാതെ ഈ പെയ്ഡ് വെട്ടുകിളിക്കൂട്ടം ചെയ്യുന്നതല്ല കേരളത്തിൻ്റെ പൊതുവായ ഫീൽ എന്നാണ് എനിക്ക് തോന്നുന്ന കാര്യം. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോൾ കൊണ്ടുവന്ന നാളെയും ഒരു റിസ്ക് ഉണ്ടാവില്ല. ഒരു പരാതി ഉയർന്നു വരുന്നതെന്ന് വല്ല ഉറപ്പുണ്ടോ? ഒരു ഉറപ്പ് ഓർക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ ഇന്ന് അയാൾ നിയമസഭയിൽ വന്നിട്ടുണ്ടെങ്കിൽ നാളെയും അത് തുടരുന്നുണ്ടെങ്കിൽ നോക്കൂ, രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ അപ്പുറത്തുനിന്ന് ഉയർന്നു വരും. അപ്പോൾ നമ്മുടെ പ്രശ്നം എന്താണ്? ഈ ലോക്കപ്പിനകത്ത് മർദ്ദനമേറ്റ് നിലവിളിക്കുന്ന മനുഷ്യരുടെ പ്രശ്നം ഡിസ്കസ് ചെയ്യപ്പെട്ടെന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. അതിനെ ഡൗൺ പ്ലേ ചെയ്യാനാണ് അയാൾ കൂട്ടുനിൽക്കുന്നതിൽ അയാൾ കേരളത്തിൻ്റെയും കൂടെയല്ല, കോൺഗ്രസിൻ്റെയും കൂടെയല്ല എന്നാണ് ഞാൻ പറയാം. യെസ്, എന്തായാലും രാഹുൽ നാളെ എത്തുമോ എന്ന് നമുക്ക് നോക്കാം. നാളെ എത്തിക്കഴിഞ്ഞാൽ അവിടെ മൂലക്കിരിക്കുമോ അതോ വാ തുറക്കുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം.